സിദ്ദിഖിന് ജാമ്യം കിട്ടി. ജാമ്യം 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ജാമ്യം കിട്ടിയത്. ജാമ്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. താൽക്കാലികമായൊരാശ്വാസം. അപ്പോൾ സിദ്ദിഖിന് താൽക്കാലികമായ ആശ്വാസം കിട്ടി. എനിക്ക് തോന്നുന്നു മുൻകൂർ ജാമ്യം 2 ആഴ്ചയ്ക്ക് ശേഷം കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിൻ്റെ ദൈർഘ്യം കൂടിയതൊരു വലിയൊരു സിദ്ദിഖിന് അനുകൂലമായൊരു ഘടകമാണ്. അത് കേസ് എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായ ഘടകം. കാര്യം 2016 നടന്നൊരു സംഭവം 24 അതുമല്ല 10-20 വയസ്സുള്ള പ്രായമുള്ള 20-22 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇത് നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്വതയില്ലാത്ത പ്രായം ഒന്നുമല്ല, കൊച്ചുകുട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ കേസ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് സുപ്രീം കോടതി ഒരു ചോദ്യമായിട്ട് ചോദിക്കുമെന്ന് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നമ്മൾ ഭയങ്കര നിയമമൊന്നും പഠിച്ച വ്യക്തിയല്ല. അപ്പം സാഹചര്യ തെളിവുകളും ഒക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് നമ്മൾ സിദ്ദിഖിൻ്റെ അതുപോലെ മറ്റ് വ്യക്തികളുടെയൊക്കെ കേസ് വന്നു കഴിഞ്ഞപ്പം ഞാൻ അന്ന് ആ വീഡിയോയിലെല്ലാം ഉടനീളം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ കേസിൻ്റെ എല്ലാം ലാസ്റ്റ് പോയിന്റ് ചെന്ന് നിൽക്കുന്നത്, തട്ടി നിൽക്കാൻ സാധ്യതയുള്ളത് ഈ ദൈർഘ്യമാണ്. ഈ കൊല്ലങ്ങളുടെ പഴക്കമുള്ള കേസുകൾ ആവശ്യം വന്നപ്പോൾ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലേക്ക് നിസ്സാരമായിട്ട് വക്കീലന്മാർക്ക് മാറ്റാൻ പറ്റുന്നു അല്ലേ? ഈ നിരീക്ഷണം തന്നെ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി ഈ ദൈർഘ്യത്തിൻ്റെ കാര്യം ചോദിക്കുകയും ചെയ്തു. 8 കൊല്ലക്കാലം ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചതായിട്ട് പറയുന്നു. ഗവൺമെൻറ്റിനോടാണ് ചോദിച്ചത്. ഇതിനെ എതിർത്തുകൊണ്ട് പിന്നെ ആ കുട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി വക്കീലും ഹാജരായി എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ്റിനോടാണ്, കേരള സർക്കാരിനോടാണ് ചോദിച്ചത് 8 കൊല്ലം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതി കിട്ടിയത്. പരാതി കൊടുക്കാതെ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അടുത്ത പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ വക്കീൽ ഹാജരായി പറയുന്ന ഒരു കാര്യം ഇത് തന്നെ ആയിരിക്കും. കാര്യം ഇപ്പോഴാണ് പരാതി കൊടുത്തത്. ആ പരാതിയുടെ പുറത്ത് മാത്രമേ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും നാളും സർക്കാരിന് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത് തന്നെ ആയിരിക്കും സർക്കാർ കോടതി പറയാൻ പോകുന്നത്. അത് തന്നെ കേസിനെ ബാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഈ ദൈർഘ്യത്തിൻ്റെ കാര്യം, 8 കൊല്ലം എന്ന് പറയുന്നത് നീണ്ട കാലയളവാണ്. ഏതായാലും സുപ്രീം കോടതി ഈ കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണനയ്ക്കെടുക്കും എന്ന് പറയുന്നു. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പല ചാനലിലും വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ബലാത്സംഗ കേസിൽ പരാതി നൽകാൻ അതിജീവിതയ്ക്കുണ്ടായ കാലതാമസമാണ് സിദ്ദിഖിന് അനുകൂലമായ ഇടക്കാല ഉത്തരവിന് മുഖ്യ കാരണമായി മാറിയത്. കാലതാമസം സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം ബെഞ്ചിന് തൃപ്തികരമായില്ല. സിദ്ദിഖ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണ്, അതിനാലാണ് പരാതി വൈകിയത്. 2016 പരാതി നൽകിയിരുന്നുവെങ്കിൽ സിനിമയിൽ അവസരം കിട്ടില്ലെന്ന് പരാതിക്കാരി ആശങ്കപ്പെട്ടുവെന്നും സർക്കാർ അഭിഭാഷക വാദിച്ചു. സിദ്ദിഖ് AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേ എന്നും വാദത്തിനിടയിൽ സുപ്രീം കോടതി ആരാഞ്ഞു. സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം നൽകിയ ഉത്തരവിനെ കുറിച്ച് പ്രതികരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് തയ്യാറായില്ല. No official comments. It is too early to say anything. No official comments from my side. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ച് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖിന്റെ പ്രതികരണം ഇങ്ങനെ: നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമുക്കൊരു ആശ്വാസമായത്. തന്നെ നമ്മുടെ ലോയേഴ്സ് ടീമിന്റെ വലിയ സക്സസ് ആണ്, നമുക്കൊരു ചെറിയ ആശ്വാസമാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെയും അല്ലാതെ മറ്റൊരു കക്ഷിയുടെയും വാദം കേൾക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുമായി ബന്ധമില്ലാത്തവർ നൽകിയ തടസ്സ ഹർജി തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ഇതിനകത്ത് ഹൈക്കോടതി നിരീക്ഷിക്കാതെ നോക്കാതെ പോയൊരു സംഭവമാണ്. അത് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ പറയുന്നുണ്ടായിരുന്നു. ഈ ദൈർഘ്യത്തിൻ്റെ കാര്യം ഹൈക്കോടതി അത് മുഖവിലേക്ക് എടുത്തില്ല എന്ന് പറയും. അപ്പം അത് ആ തെളിവുകൾ പരിശോധിക്കണമെന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ
ചില ആവശ്യങ്ങൾ ഉന്നയിച്ചത്, ഈ ചില കാര്യങ്ങൾ പറഞ്ഞായിട്ട് ഇതുപോലെ തന്നെ പല കേസിലുള്ള പലർക്കും ജാമ്യം കിട്ടും, സിദ്ദിഖിന് മാത്രമാണ് ജാമ്യം കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു വാദവും ഉന്നയിച്ചിട്ടുണ്ടെന്ന് വാർത്താ ചാനലുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തുമാത്രം ശരിയാണെന്ന് അറിയില്ല. ഏതായാലും സിദ്ദിഖിന് താൽക്കാലികമൊരു ആശ്വാസമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടാനാണ് സാധ്യത. 2 ആഴ്ച കഴിഞ്ഞ് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ തന്നെ, ഈ കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ സിദ്ദിഖിനോട് പറഞ്ഞിട്ടുണ്ട് കേസുമായി സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കേസുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ പോകാനാണ് സാധ്യത, മുൻകൂർ ജാമ്യം കൊടുക്കാനാണ് സാധ്യത കൂടുതൽ. ഇത് കേട്ട് കഴിയുമ്പോൾ കാര്യം ഈ തെളിവുകൾ, ഈ കോടതിയുടെ നിരീക്ഷണങ്ങളൊന്നും മാറാൻ പോകുന്നില്ല 2 ആഴ്ച കഴിഞ്ഞ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 8 കൊല്ലം കൊണ്ട് എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് കേരള സർക്കാരിനോട് ചോദിച്ചപ്പം കേരള സർക്കാർ കൊടുക്കാൻ പോകുന്ന മറുപടി ഇങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോഴാണ് ഇതുമായിട്ടുള്ള പരാതി വരുന്നത്, ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിവില്ല എന്നായിരിക്കും പറയാൻ പോകുന്നത് അല്ലേ. അത് സിദ്ദിഖിന് അനുകൂലമായി മാറും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സിദ്ദിഖിൻ്റെ താൽക്കാലിക ആശ്വാസം എനിക്ക് തോന്നുന്നു സിദ്ദിഖിന് മാത്രമല്ല എന്ന് തോന്നുന്നു. സിദ്ദിഖ് കമ്മിറ്റ് ചെയ്തേക്കുന്ന ഒത്തിരി സിനിമകളുണ്ട്, അവരെ സംബന്ധിച്ച് സിനിമാ മേഖലയെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസമാണ്. 2 ആഴ്ച കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പം ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള സാഹചര്യം പോലെ അല്ല. ദിലീപ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 പടങ്ങൾ മാത്രമേ കമ്മിറ്റ് ചെയ്യുന്ന സമയമുള്ളൂ. പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒത്തിരി ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചില സിനിമകൾ വെട്ടിക്കാതിരിപ്പുണ്ട്, ചിലർ റിലീസ് ചെയ്യാനിരിക്കുന്നു, അതുപോലെ ചിലരത് ഷൂട്ട് ചെയ്യാനിരിക്കുന്നു. അതിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട ഒരു വ്യക്തിയാണ് സിദ്ദിഖ്. അപ്പം ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള സാഹചര്യം പോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് മലയാള സിനിമാ വിഭാഗത്തിന് ഭയങ്കര താൽക്കാലികമായൊരു ആശ്വാസമാണ് 2 ആഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ചില ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ ഡബ്ബിങ്ങും ഒക്കെ തീർക്കാനൊക്കെ പെട്ടെന്ന് പറ്റും. സിദ്ദിഖ് ഉടൻ തന്നെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇതിൻ്റെ കഥകൾ ആരംഭിക്കും. ഇതിനിടയിൽ സിദ്ദിഖിന് ഇടക്കാല ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യമേ വാർത്തകൾ വന്നത്. അതിനുശേഷം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ളതാണെന്ന് പിന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. ഇതിനിടയിൽ സിദ്ദിഖിനെ ഈ അറസ്റ്റ് തടഞ്ഞു എന്നുള്ള വാർത്ത വന്നപ്പം തന്നെ മധുര വിതരണം നടത്തി എന്നുള്ളതും വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ലഡു വിതരണമായിരുന്നു റോഡ് നീളെ നടത്തിയത്. സിദ്ദിഖിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു നടന്നത്. ആരാണ്, ആരാധകരാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കാണാം. സിദ്ദിഖിന്റെ വസതിക്ക് മുൻപിലെ റോഡിൽ അവിടെ ലഡു വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് ഈ ലഡു വിതരണം നടത്തുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവനക്കാരാകാം, അതോ അദ്ദേഹത്തിന്റെ ആരാധകരാണോ, നമുക്ക് അറിയില്ല. ഏതായാലും അങ്ങനെ അതുവഴി പോകുന്നവർക്ക് ലഡു വിതരണം ചെയ്യുന്നുണ്ട് എന്നത് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. വിജയകുമാർ, ഇപ്പോൾ ഇനിയിപ്പോൾ കോടതി ഇതിന്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോഴും ഇതിൽ മറിച്ചൊരു കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറയുമ്പോൾ നമുക്കൊരു സംശയം എന്ന തരത്തിലേക്ക് തോന്നുകയാണ്. ഇത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതാണ്, വെൽ നോൺ ആക്ടറാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇത്രയധികം ഗുരുതരമായൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് FIR-ൽ പറയുന്ന ഒരു വ്യക്തി, അത് കാലതാമസമുണ്ടായി എന്നതിൻ്റെ പേരിൽ ഇത് ഒരു കുറ്റകരമല്ലാത്ത കാര്യത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന് നടപടിയിലേക്ക് പോകേണ്ടതില്ല, അദ്ദേഹം ഈ അന്വേഷണവുമായി സഹകരിച്ചാൽ മതി എന്നൊക്കെയുള്ള തരത്തിലേക്ക് കോടതിയിൽ നിന്ന് ഇനി വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇത് സർക്കാർ മുൻകൂട്ടി ഏത് തരത്തിലേക്ക് കണ്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. അനുജ, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ലഡു വിതരണം ചെയ്യുന്ന കണ്ടിട്ട് ഏതോ പൊതുപ്രവർത്തകരാണെന്ന് തോന്നി. ഇപ്പോൾ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് പുഷ്പവൃഷ്ടിയും ഹാരാർപ്പണവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ വലിയ അത്ഭുതമില്ല. അപ്പം മധുരം വിതരണം ചെയ്ത് അവരാഘോഷിക്കട്ടെ, അത് ഒരു വശത്ത് നടക്കട്ടെ. ഏതായാലും സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് ഇതൊരു താൽക്കാലികമായ ഒരു ആശ്വാസം തന്നെയാണ്, വലിയൊരു ആശ്വാസമാണ്. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകൾ ഡബ്ബ് ചെയ്യാതെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതിനൊക്കെ ഡബ്ബ് ചെയ്യാനുമൊക്കെ അധികം സമയം വേണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഇത് ഞാൻ പറഞ്ഞില്ലേ, സിദ്ദിഖിനെ സംബന്ധിച്ച് ഒരു മുൻകൂർ ജാമ്യം കിട്ടാൻ ഈ സുപ്രീം കോടതിയിൽ ചില നിരീക്ഷണങ്ങൾ,
അതിലേക്കാണ് നയിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം സിദ്ദിഖിന് അനുകൂലമായ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങൾ മിക്കവാറും എല്ലാം സിദ്ദിഖിന് അനുകൂലമായി മാറാനാണ് സാധ്യത കൂടുതൽ. ഏതായാലും എല്ലാം നമ്മൾ നോക്കിയിരുന്ന് കാണണം അല്ലേ, സിദ്ദിഖ് എപ്പോൾ പ്രത്യക്ഷപ്പെടും, സിദ്ദിഖ് എന്തൊക്കെ ഇനി ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. പോലീസിനെ സംബന്ധിച്ച് ഭയങ്കര തലവേദനയാണ്. ഏതായാലും ഇനിയുള്ള കളികൾ മൊത്തം ഡൽഹിയിലേക്കാണ് പോകാനുള്ള സാധ്യത. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായാലും അതിനെ അപ്പീലുമായിട്ടോ അതിന് ബദലായിട്ടോ സുപ്രീം കോടതി പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.